ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു കഥയുണ്ട്. ട്രോജൻ യുദ്ധത്തിന്റെ സമയത്ത് ട്രോയ് നഗരം കീഴടക്കാൻ കഴിയാതിരുന്ന ഗ്രീക്കുകാർ ഒടുവിൽ കീഴടങ്ങി എന്നുള്ള മട്ടില് തടി കൊണ്ടൊരു കുതിരയെ നിർമ്മിച്ചു. അതൊരു സമ്മാനമായിട്ട് ട്രോയ് നിവാസികൾക്ക് നൽകി മടങ്ങി. ട്രോയ് നിവാസികൾ അതിനെ വലിച്ചുകൊണ്ട് നഗരത്തിന്റെ അകത്തേക്ക് വന്നു. എന്നാൽ ആ കുതിരയുടെ ഉള്ളിൽ ഒരു രഹസ്യ അറയുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സൈനികരുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ സൈന്യം കുതിരയുടെ അകത്തുനിന്ന് പുറത്തിറങ്ങി അവർ നഗരത്തിന്റെ വാതിലുകളൊക്കെ മറ്റ് സൈനികർക്ക് പ്രവേശിക്കാനായിട്ട് തുറന്നു കൊടുത്തു. അങ്ങനെ അവർ ട്രോയ് നഗരം കീഴടക്കി. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥയിലെ കുതിരയുടെ പേരാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് കമ്പ്യൂട്ടറുകളിൽ കയറിയിട്ട് മാൽവെയറുകൾക്കൊക്കെ ബാക്ക്ഡോറായി വരുന്ന ആപ്ലിക്കേഷനുകളെ നമ്മൾ ട്രോജൻ ഹോഴ്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഈ കഥ ഇപ്പോൾ പറയാൻ കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന വിഷയമാണ് പെഗസസ്. ഇപ്പൊ ട്രോജൻ ഹോഴ്സ് ഒരു മരക്കുതിര ആയിരുന്നെങ്കിൽ പെഗസസ് എന്ന് പറയുന്നത് ഗ്രീക്ക് പുരാണത്തിലെ പറക്കും കുതിരയാണ്. ഇപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ എല്ലാവരും പെഗസസ് എന്നുള്ള ടൂളിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം എല്ലാ ദിവസവും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതൊരു സ്പൈയിങ് സോഫ്റ്റ്വെയർ ആണ്. ഇസ്രായേൽ കമ്പനി ആയിട്ടുള്ള NSO ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരുടെ ഒരു വിശദീകരണം അനുസരിച്ചിട്ട് ഇത് അധികാരപ്പെട്ട ഗവൺമെന്റുകൾക്കോ ഇന്റലിജൻസ് ഏജൻസികൾക്കോ ഒക്കെ മാത്രമാണ് വിൽക്കുകയുള്ളൂ. അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയാനാണ് ഇത് മുഖ്യമായിട്ടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ പല സമയത്തും ഇതിനു മുൻപും ഇതിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ അവർ ഈ സ്പൈ ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കുറെ ഫോൺ നമ്പറുകൾ പുറത്തുവിട്ടു. അപ്പൊ അതിൽ ഇന്ത്യയിലെ പല രാഷ്ട്രീയക്കാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെ ഒക്കെ നമ്പർ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പൊ അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്തുള്ള രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് നമ്മുടെ ടോപ്പിക് അല്ല. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിലുള്ള ടെക്നോളജിയാണ്. അപ്പൊ നമ്മൾ അതിന് പിന്നിലുള്ള ടെക്നോളജിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പെഗസസ് ഒരു സ്പൈവെയർ ആണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ അകത്ത് പ്രവേശിച്ചിട്ട് അതിലൂടെ നമ്മുടെ കോളുകൾ, മെസ്സേജുകൾ, പ്രധാനപ്പെട്ട ഫയലുകൾ ഇവയൊക്കെ ഒരു റിമോട്ട് സെർവറിലേക്ക് ചോർത്തുന്ന ഒരു സ്പൈ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമ്മളറിയാതെ നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ എടുക്കുക, വീഡിയോ റെക്കോർഡ് ചെയ്യുക, മൈക്രോഫോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചുറ്റുമുള്ള സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുക, അങ്ങനെ നമ്മുടെ പ്രൈവസി കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന പെഗസസ് എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെ ഇത് നമ്മുടെ ഫോണിന്റെ അകത്തേക്ക് വരും? നമുക്കറിയാം, ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിന്റെ അകത്ത് ഇൻസ്റ്റാൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അനുവാദം ആവശ്യമാണ്. പക്ഷെ നമ്മുടെ അനുവാദം ഇല്ലാതെ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് പ്രവേശിക്കുക? ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് വൾണറബിലിറ്റി എന്നുള്ള ടേം. സെക്യൂരിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സിസ്റ്റത്തിൻ്റെയും അതിൻ്റെ വീക്ക്നെസ്സിനെയാണ് നമുക്ക് വൾണറബിലിറ്റി എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രതിരോധശേഷി കുറയുമ്പോൾ നമ്മുടെ ശരീരം വൾണറബിൾ ആയി എന്ന് നമുക്ക് പറയാം. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് രോഗം പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ശരീരം വൾണറബിൾ ആയി. ഇതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾക്ക് വീക്ക്നെസ്സുകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്കറിയാം പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പല ഡെവലപ്പേഴ്സ് ചേർന്നാണ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും. അപ്പോൾ അത് മനുഷ്യർ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ മിസ്റ്റേക്സ് ഉണ്ടാവും. നോർമലി മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റിങ്ങിനായിട്ടുള്ള ഒരു ടീം ഉണ്ടാവും. അപ്പോൾ അവർ പല തവണ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ടെസ്റ്റിൽ ഒന്നും കണ്ടുപിടിക്കാതെ പോകുന്ന ഇഷ്യൂസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. കാരണം നമുക്ക് ഒരു ഇഷ്യൂ ഇല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പോൾ എത്ര തവണ ടെസ്റ്റ് ചെയ്താലും കണ്ടുപിടിക്കാതെ പോകുന്ന ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഏത് സോഫ്റ്റ്വെയർ എടുത്താലും ഉണ്ടാകും. അതിപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിലും ഒരു ബ്രൗസർ ആണെങ്കിലും എല്ലാ ആപ്ലിക്കേഷനിലും അറിയപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ആപ്പിൾ, ഗൂഗിള്, ഫേസ്ബുക്ക് ഒക്കെ പോലെയുള്ള കമ്പനികളൊക്കെ ബഗ് ബൗണ്ടി എന്നുള്ള ഒരു പ്രോഗ്രാംസ് ചെയ്യുന്നത് അറിയാം. അതായത് അറിയപ്പെടാതെ പോകുന്ന ബഗ്ഗുകൾ കണ്ടുപിടിക്കുന്നവർക്ക് അവർ പേയ്മെന്റ് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ഡോളേഴ്സാണ് അവർ ചെലവിടുന്നത്. അപ്പൊ അതിന്റെ റീസൺ ഇതാണ്. അതായത് അവരുടെ ടെസ്റ്റിംഗിലും കണ്ടുപിടിക്കാതെ പോകുന്ന എന്തെങ്കിലും സെക്യൂരിറ്റി പോരായ്മകൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് നേരത്തെ തന്നെ പരിഹരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന് ഒരു മറുവശം കൂടെ ഉണ്ട്. ഇതുപോലത്തെ വൾണറബിലിറ്റി കണ്ടുപിടിക്കുന്ന ഹാക്കർമാർക്ക് പ്രതിഫലം കൊടുക്കുന്നവരും ഉണ്ട്. അതായത് യഥാർത്ഥ കമ്പനിയെ അത് അറിയിക്കുന്നതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിക്ക് അത് ചോർത്തി കൊടുക്കുകയും അതുവഴിയായിട്ട് അവർക്ക് ഈ സിസ്റ്റത്തിനെ ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നോർമലി ഡാർക്ക് വെബിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം വൾണറബിലിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് ഹാക്കർമാർ നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ അടുക്കളയുടെ വാതിൽ അടയ്ക്കാൻ മറന്നുപോയി എന്ന് കരുതുക. അതൊരു വൾണറബിലിറ്റിയാണ്. അതായത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ച ഒരു ലൂപ്പ് ഹോളാണ്. നമ്മൾ വാതിൽ അടയ്ക്കാൻ മറന്നുപോയി. നമ്മളത് അറിയുന്നതിന് മുൻപ് ഒരു കള്ളൻ ഇത് മനസ്സിലാക്കിയാൽ കള്ളൻ അതുവഴി അകത്ത് കയറും, എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകും. പക്ഷേ അതിനു മുൻപ് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ അയ്യോ വാതിൽ അടച്ചില്ല എന്ന് നമ്മൾ ഓർത്താൽ നമ്മൾ നേരെ ചെല്ലുന്നു, വാതിൽ അടയ്ക്കുന്നു, ആ വൾണറബിലിറ്റി അവിടെ ഫിക്സ് ആയി, പരിഹരിച്ചു. ഇതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയറിന്റെ കേസിലും. സോഫ്റ്റ്വെയറിന്റെ വൾണറബിലിറ്റീസും ഹാക്കർമാർ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ലോകത്ത് ലഭ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ എല്ലാം തന്നെ ഹാക്കർമാർ നിരന്തരമായിട്ട് അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം പഠിച്ച് അതിൻ്റെ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിക്കാനായിട്ട് അവർ നിരന്തരം അവരുടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ അവർ കണ്ടെത്തുന്ന ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ലൂപ്പ് ഹോള് ഒരു കമ്പനി കണ്ടുപിടിക്കുന്നതിന് മുൻപ്
ഒരു ഹാക്കറാണ് കണ്ടുപിടിച്ചതെങ്കിലോ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അവർ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് കിടക്കും. ഇത് രണ്ട് രീതിയിലുള്ള ആളുകളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ അകത്തുള്ള സെക്യൂരിറ്റി എക്സ്പേർട്സ് അവരുടെ സിസ്റ്റം നിരന്തരമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിളിൻ്റെ അകത്താണെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്കൊരു സ്പെഷ്യൽ ടീം ഉണ്ടാവും. അവർ നിരന്തരമായിട്ട് അവരുടെ ഓരോ പ്രോഡക്റ്റിന്റെയും സെക്യൂരിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ഹാക്കർമാരും ഓരോ സിസ്റ്റവും അതിന്റെ സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ ഈ വൾണറബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഒരു വൾണറബിലിറ്റി അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ വൾണറബിലിറ്റി ഉപയോഗിച്ചിട്ട് അവർക്ക് ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം സോഫ്റ്റ്വെയർ നിർമ്മാതാക്കൾ ഇതുപോലെ വൾണറബിലിറ്റി കണ്ടുപിടിക്കുമ്പം അവരത് ഫിക്സ് ചെയ്തിട്ട് പുതിയ പാച്ചസ് റിലീസ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫിക്സസ് എല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിലും വരും. അപ്പോൾ ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഹാക്കർമാർ പുതിയ വൾണറബിലിറ്റീസ് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ തവണയും പുതിയ ഇത്തരത്തിലുള്ള വൾണറബിലിറ്റീസ് അവർ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് ഇത്തരം പല ഓർഗനൈസേഷൻസിനും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഹാക്കർമാരുണ്ടാവും. അപ്പോൾ വൾണറബിലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർ ചെയ്യുന്നത് അതിനുപയോഗിച്ചിട്ട് എങ്ങനെ സിസ്റ്റത്തിന്റെ അകത്ത് പ്രവേശിക്കാം എന്നുള്ളതാണ്. അതിന് നോർമലി അവർ ചെയ്യുന്നത് എക്സ്പ്ലോയിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പ്ലോയിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോഗ്രാം ആയിരിക്കും. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതപ്പെട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. ഒരു സിസ്റ്റത്തിന്റെ വൾണറബിലിറ്റി കണ്ടുപിടിച്ചാൽ അതിനനുസരിച്ച് ഒരു പ്രോഗ്രാം എഴുതിയിട്ട് ആ ഒരു ലൂപ്പ് ഹോൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ ആലോചിക്കുന്നത്. അപ്പോൾ അതിന് ഓരോന്നിനനുസരിച്ചും വേറെ പ്രോഗ്രാം എഴുതേണ്ടി വരും. ഉദാഹരണത്തിന് ഗൂഗിൾ ക്രോമിൽ ഒരു വൾണറബിലിറ്റി ഒരാൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെങ്ങനെ എക്സ്പോസ് ചെയ്തതിൻ്റെ അകത്ത് കിടക്കാം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആയിരിക്കും അവർ എഴുതുന്നത്. നല്ല കോഡിംഗ് സ്കില്ലുള്ള നല്ല സിസ്റ്റം നോളജ് ഉള്ള ആളുകൾക്ക് മാത്രമേ എക്സ്പ്ലോയിറ്റ്സ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാമുകളാണ് പിന്നെ ആക്ച്വലി നമ്മുടെ സിസ്റ്റത്തിനെ തകർക്കുന്ന മാൽവെയറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന് ഒരു മാൽവെയറിന് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഒരുക്കുകയാണ് ആക്ച്വലി ഈ എക്സ്പ്ലോയിറ്റ്സ് ചെയ്യുന്നത്. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ തുറന്നു കിടക്കുന്ന ഒരു ജനാലയായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു കോണിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വൾണറബിലിറ്റി ഒഴിവായി കഴിഞ്ഞാൽ എക്സ്പ്ലോയിറ്റും ഒഴിവായി. എക്സ്പ്ലോയിറ്റിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം എക്സ്പ്ലോയിറ്റ്സ് വഴിയായിട്ടാണ് ഒരാൾ ഒരു സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് ആക്സസ് മേടിക്കുന്നത്. പിന്നെ ചില ഹാക്കേഴ്സ് ഈ എക്സ്പ്ലോയിറ്റുകൾ എഴുതിയിട്ട് അതിനെ വിൽക്കുന്ന ആളുകളുണ്ട്. ഡാർക്ക് വെബിലും മറ്റും വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഡാർക്ക് വെബിലുള്ള മറ്റു ആളുകൾക്കൊക്കെ ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ച് ഈ എക്സ്പ്ലോയിറ്റ്സ് യൂസ് ചെയ്തിട്ട് അവർക്ക് മറ്റു സിസ്റ്റംസ് ഹാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സ്പ്ലോയിറ്റ് പ്രവർത്തിക്കുന്നതിനായിട്ട് നോർമലി അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജോ ഒരു ഇമെയിലോ ഒക്കെ അയക്കും. അപ്പോൾ അത് നമുക്ക് വിശ്വസനീയമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വെബ്സൈറ്റൊക്കെ ആയിരിക്കും. ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്ന ഏതെങ്കിലും ഒരു വെബ് പോർട്ടലിൻ്റെ ഒരു ഇതായിരിക്കും. അതിൻ്റെ അഡ്രസ്സൊക്കെ അങ്ങനെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ അറ്റാക്കിന് ഫിഷിംഗ് അറ്റാക്ക് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇരയിട്ട് മീൻ പിടിക്കുന്ന ഒരു പരിപാടി, അതാണ് ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് യഥാർത്ഥ വെബ്സൈറ്റ് ആണെന്ന് കരുതിയിട്ട് അത് വിസിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് ആക്ച്വലി നമ്മുടെ വൾണറബിലിറ്റീനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ഐഡന്റിഫൈ ചെയ്യും. അതുപോലെ നമ്മുടെ സിസ്റ്റത്തിന്റെ ബ്രൗസർ, അതുപോലെ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലഗിൻസ്, ഇതെല്ലാം കണ്ടെത്തിയിട്ട് ഇതിൽ ഏത് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള, അതായത് ഈ ഹാക്കർമാർ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള വൾണറബിലിറ്റി അനുസരിച്ച് ഹാക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള പ്രോഗ്രാം ഇതിൻ്റെ അകത്ത് റൺ ചെയ്യും. ഇത് ആക്ച്വലി ക്ലൗഡിൽ നിന്ന് റൺ ചെയ്യുമായിരിക്കും. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൾണറബിലിറ്റിക്കുള്ള എക്സ്പ്ലോയിറ്റ് റൺ ചെയ്ത് അവർ സിസ്റ്റത്തിന്റെ ആക്സസ് മേടിക്കും. ആ സിസ്റ്റം ബ്രേക്ക് ചെയ്ത് അതിനകത്തേക്ക് കയറും. പിന്നെയാണ് അവർ പലതരത്തിലുള്ള മാൽവെയറുകൾ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് ഒരാൾ ഹാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവും. ഒന്നുകിൽ ഒരാളുടെ സിസ്റ്റം നശിപ്പിച്ച് കളയുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇതിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വൈറസോ മറ്റോ ഒക്കെ ആയിരിക്കും. വേറെ ചില ആളുകൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ചോർത്തിക്കൊണ്ട് പോകാനായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു സ്പൈവെയർ ആയിരിക്കും. അപ്പോൾ ഒരു യൂസർ ഒരിക്കലും ഈ ഒരു മാൽവെയർ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആയി എന്നുള്ളത് ഒരിക്കലും അറിയാത്ത രീതിയിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മറ്റൊരു രീതി എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് സ്കാൻ ചെയ്തിട്ട് അതിൽ വൾണറബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് കണ്ടുപിടിക്കും. അതിനുശേഷം അതിനെ ഹാക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം എറ്റേണൽ ബ്ലൂ കീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വൾണറബിലിറ്റീസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ യൂസറിൻ്റെ സൈഡിൽ ഒന്നും ചെയ്യേണ്ട, യൂസർ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല. ഒരു ഹാക്കർ ഒരു നെറ്റ്വർക്ക് സ്കാൻ ചെയ്തിട്ട് അതിൽ വൾണറബിൾ സിസ്റ്റത്തിനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി ഹാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ മാൽവെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. ഇപ്പോൾ ഹാർഡ്വെയർ, സ്പൈവെയർ, റാൻസം വെയർ, അങ്ങനെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു സ്പൈവെയർ ആണ് പെഗസസ് എന്ന് പറയുന്നത്. ഇപ്പം സ്പൈ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളതാണല്ലോ. അതാണല്ലോ ചാരന്മാർ ചെയ്യുന്നത്. പെഗസസ് ചെയ്യുന്നതും അത് തന്നെയാണ്. നമ്മുടെ സിസ്റ്റത്തിൽ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മുടെ സിസ്റ്റത്തിന്റെ ഇൻഫർമേഷൻ ചോർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതിന് മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കുറച്ച് വൾണറബിലിറ്റീസ് ഞാൻ പറയാം. ഇപ്പം ഈ 3 വൾണറബിലിറ്റീസ് എന്ന് പറയുന്നത് iOS റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള വൾണറബിലിറ്റീസ് ആണ്.
അപ്പോൾ ഇതിൽ ഒരു വൾണറബിലിറ്റി എന്ന് പറയുന്നത് അത് മെമ്മറി കറപ്ഷൻ ഇൻ വെബ് കിറ്റ് എന്നുള്ളത് ഒരു ബ്രൗസർ എഞ്ചിനാണ്. അതായത് ഒരു ബ്രൗസർ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗസറിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. അപ്പോൾ അതിന്റെ ഒരു വൾണറബിലിറ്റി ഉപയോഗിച്ചിട്ട് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന ഉടനെ തന്നെ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. മറ്റൊരു വൾണറബിലിറ്റി ആണ് കേണൽ ഇൻഫർമേഷൻ ലീക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേണൽ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, കോർ ഭാഗമാണ് കേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേണലിന്റെ തന്നെ ഒരു iOSലെ കേണലിന്റെ തന്നെ ഒരു ഇഷ്യൂ മൂലം, ഒരു വൾണറബിലിറ്റി മൂലം ഈ കേണൽ ഏത് മെമ്മറി ലൊക്കേഷനിലാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ആ ലൊക്കേഷനിൽ അവർക്ക് മലീഷ്യസ് ആയിട്ടുള്ള കോഡ് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റി. അത് മറ്റൊരു വൾണറബിലിറ്റിയാണ്. അതുപോലെ തന്നെ മറ്റൊരു വൾണറബിലിറ്റി, അത് കേണൽ മെമ്മറിയുടെ കറപ്ഷൻ കൊണ്ട് നമുക്ക് ഐഫോൺ ജെയിൽ ബ്രേക്ക് ചെയ്ത് കയറാൻ പറ്റി. അപ്പോൾ പിന്നീട് ഈ പിഴവുകളൊക്കെ തിരിച്ചറിഞ്ഞ ശേഷം ആപ്പിൾ അത് ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ ഇതിനു മുൻപ് വാട്സപ്പ് കോളിൻ്റെ ഒരു വൾണറബിലിറ്റി ഉപയോഗിച്ചും ഈ പെഗസസ് ടീം ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാക്കർ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അയാളുടെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് കോൾ ചെയ്യും. ഈ പേലോഡിൻ്റെ ഒപ്പം പാസ് ചെയ്യുന്ന മലീഷ്യസ് ആയിട്ടുള്ള കോഡ് വാട്സപ്പിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് എക്സിക്യൂട്ട് ആവുകയും അത് അവരുടെ ഫോണിൻ്റെ അകത്ത് ഈ പറയുന്ന മാൽവെയർസ് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് വാട്സപ്പ് ഇത് ഫിക്സ് ചെയ്തത്. ഇത്തരം അറ്റാക്സിനെയാണ് സീറോ ഡേ അറ്റാക്സ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ യൂസറിന്റെ സൈഡിൽ നിന്ന് യൂസറിന് യാതൊരു പ്രിവെൻഷനും എടുക്കാൻ പറ്റില്ല. യൂസറിന്റെ യാതൊരു ഇൻപുട്ടും കൂടാതെ തന്നെ സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ ഡിവൈസ് മാറുന്നതനുസരിച്ച് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ആക്ച്വലി ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ സോഫ്റ്റ്വെയറിന്റെ സാന്നിധ്യം കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മുടെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഫോണുകളിൽ വിശദമായ ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് പെഗസസിന്റെ സാന്നിധ്യം ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈലി പ്രൊഫഷണൽ ആയിട്ടും കെയർഫുൾ ആയിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിന്റെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ഓഫ് ആക്കുക, ഓൾറെഡി ജെയിൽ ബ്രേക്ക് ചെയ്തതാണെന്ന് കണ്ടെത്തുക, സിം നെറ്റ്വർക്ക് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെയുള്ള സോഴ്സ് കോഡാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഡിറ്റക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ആരും ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം നശിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫോണിലേക്ക് വരുന്ന ഓരോ കോളും ഈ പെഗസസ് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ കേണലിന്റെ കൺട്രോളിലേക്ക് പോലും എത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ആക്ച്വലി C++ കോഡുകളുടെ സഹായത്തോടെയാണ്. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആവുന്ന ആപ്ലിക്കേഷനിലൊക്കെ ലോക്കലായിട്ട് അതൊരു ഡാറ്റാബേസ് ഉണ്ടാക്കി അതിൻ്റെ അകത്താണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈപ്പ് ലോക്കലി അതിൻ്റെ കോൺടാക്ട്സ്, കോൾ ലോഗ്സ് എല്ലാം ലോക്കലി ഒരു ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്ന കോഡ് എന്ന് പറയുന്നത് സ്കൈപ്പ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാബേസിൽ നിന്ന് ക്വറി ചെയ്തിട്ട് ഈ ഡാറ്റ എടുക്കുന്നതും അത് അവർ സെർവറിലേക്ക് കൊടുക്കുന്നതുമായിട്ടുള്ള കോഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് iOSന്റെ മാത്രം കാര്യമാണ്. ഇത്തരത്തിൽ ആൻഡ്രോയിഡ്, ബ്ലാക്ക്ബെറി, സിംബിയൻ OS ഇതിനൊക്കെ വേറെ വേറെ പ്രോഗ്രാമുകൾ ഇവർ എഴുതും. അപ്പോൾ എക്സ്പ്ലോയിറ്റ് എഴുതുക എന്നുള്ളത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഹാക്കേഴ്സിന് മാത്രമേ വൾണറബിലിറ്റി അനുസരിച്ച് അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട്, കോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൂളിന്റെ വിലയും ലക്ഷക്കണക്കിന് ഡോളേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വൾണറബിലിറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വെബ്സൈറ്റ് nvd.nist.gov എന്നുള്ള ഈ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അറിയപ്പെടുന്ന ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ വൾണറബിലിറ്റീസും ഇതിൻ്റെ അകത്ത് ലഭ്യമാണ്. നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സോഫ്റ്റ്വെയറിന് നല്ല പേയ്മെന്റ് കൊടുക്കണം. അപ്പോൾ ഒരു 2016 മറ്റൊരു കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് $5 ലക്ഷം ആണ് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓരോ ടാർഗറ്റിനെ ഹാക്ക് ചെയ്യുന്നതനുസരിച്ച് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ എത്രയോ എമൗണ്ട് ഒരു മെയിൻ്റനൻസ് ഫീ ആയിട്ടും ഇവർ കൊടുക്കണം. അപ്പോൾ ഈ കോടി കണക്കിന് രൂപ കൊടുത്തിട്ട് എന്തായാലും നമ്മുടെ ഫോണൊന്നും ആരും ഹാക്ക് ചെയ്യാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ഒരു ഗ്രൂപ്പാണ്. ഇത്തരത്തിൽ നമ്മൾ അറിയാത്ത ചെറിയ ഗ്രൂപ്പുകൾ, പല ഗ്രൂപ്പുകളും ഉണ്ടാവും. അവരുടെ ഹാക്കർമാരും നിരന്തരം നമ്മുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കാനും അത് മിസ്യൂസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, നമ്മുടെ ഫോണിൽ നിന്ന് ഒരു മോശം മെസ്സേജ് വേറൊരാളുടെ ഫോണിലേക്ക് ഒരു ഹാക്കർ അയച്ചു കഴിഞ്ഞാൽ തകരുന്നത് നമ്മുടെ ഇമേജ് ആണ്. ഇത്തരം ഹാക്കിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കമ്പ്യൂട്ടറിനേക്കാൾ കൂടുതൽ നമ്മുടെ ഫോണുകളാണ്. കാരണം മിക്കവാറും എല്ലാവരും തന്നെ 24 hours ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് ഇടുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ പോലും നമ്മുടെ ഫോണിൽ നെറ്റ് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് അതിൽ നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളതും നമ്മുടെ ഫോണിൻ്റെ അകത്താണ്. അപ്പോൾ ഒരാൾ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടോ പോലും ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ അയാളുടെ സ്മാർട്ട് ഫോണിന് അയാളെ പറ്റി അറിയാം.
അപ്പോൾ നിങ്ങൾ ഇരുമ്പ് തിര എന്നുള്ളൊരു സിനിമ, ഒരു തമിഴ് സിനിമ കണ്ടവർക്കറിയാം. അത് ഈ കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിനകത്ത് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ അതിലെ ഹീറോ പഴയ സാധാരണ ഫോൺ ഉപയോഗിക്കുന്ന ഒരു സീൻ കൂടെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഡിവൈസിന് അടിമയായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മുതലെടുത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അപ്പോൾ ഇത് മൊബൈൽ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും നമ്മൾ ഉപഭോക്താക്കൾ എന്നുള്ള നിലയിൽ, യൂസേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലരും സോഫ്റ്റ്വെയർസ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാറില്ല. പ്രത്യേകിച്ചും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ അത് റിലീസ്ഡ് ആകുമ്പോൾ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഓരോ കമ്പനീസും ഇത്തരത്തിലുള്ള വൾണറബിലിറ്റി കണ്ടുപിടിച്ചു കഴിയുമ്പോൾ അവരതിനെ ഫിക്സ് ചെയ്യാനായിട്ട് പാച്ചുകൾ റിലീസ് ചെയ്യും, സെക്യൂരിറ്റി പാച്ചുകൾ റിലീസ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം അപ്പോഴും വൾണറബിൾ ആയിട്ട് തന്നെ തുടരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള സോഴ്സിൽ നിന്ന് അല്ലാതെ ലഭിക്കുന്ന ഒരു സോഫ്റ്റ്വെയറും ഒരു ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. അതുപോലെ തന്നെ പൈറേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ നമ്മളിപ്പോഴും നമ്മുടെ സിസ്റ്റത്തിനെ ഒന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും പതിവിൽ കൂടുതലായിട്ട് സ്ലോ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഡാറ്റ പതിവിൽ കൂടുതലായിട്ട് വേഗത്തിൽ തീരുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഡാറ്റ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അനുവാദം കൂടാതെ ചിലപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൊബൈൽ ഡാറ്റയുടെ യൂസേജ് എങ്ങനെയാണ്, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അല്ലാതെ കൂടുതലായിട്ട് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഒരു നല്ല ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നല്ലൊരു ആന്റിവൈറസ് സോഫ്റ്റ്വെയറിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാറ്ററി വേഗം ഇറങ്ങി പോവോ, അല്ലെങ്കിൽ ഇപ്പം ഫോൺ കൂടുതൽ ഉപയോഗിക്കാതെ തന്നെ ചൂടാവോ, അല്ലെങ്കിൽ ബാറ്ററിയുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ഡാറ്റ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കണം. നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള കോൺടാക്ട്സ് ആണെങ്കിൽ അത് ക്ലൗഡുമായിട്ട് സിങ്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ഇമേജസിന്റെ ബാക്കപ്പ് എടുത്ത് വയ്ക്കുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ എന്തൊക്കെ കിടക്കുന്നു അതെല്ലാം പ്രോപ്പറായിട്ട് ബാക്കപ്പ് എടുത്തിട്ട് സൂക്ഷിക്കുക. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഇത്തരത്തിൽ നമ്മളൊരു ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഫോൺ റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ എപ്പോഴും ബാക്കപ്പ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട. അപ്പോൾ എപ്പോഴും ഡാറ്റ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കുക. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ ഡാറ്റ എപ്പോഴും സേഫ് ആയിട്ടിരിക്കണം. അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഫോൺ റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ പോലും, ഇപ്പം ഈ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന പല ആളുകളും ഇതൊക്കെ ഉപയോഗിച്ചവരായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചാൽ തന്നെയും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ വൾണറബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷന്റെ പ്രോബ്ലം കൊണ്ട് നമ്മുടെ സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെടും. നമ്മുടെ ആപ്ലിക്കേഷന്റെ വൾണറബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി ഈ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളൊരു ഉപഭോക്താവാണ്, അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സുമാണ്. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കാം, വെബ് ആപ്ലിക്കേഷൻ ആയിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എംബഡഡ് സിസ്റ്റം ആയിരിക്കാം. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതെന്താണെങ്കിലും, അതൊരു മൊബൈൽ ആപ്പ് ആണെങ്കിലും വെബ് ആപ്പ് ആണെങ്കിലും ഒരു സാധാരണ വെബ്സൈറ്റ് ആണെങ്കിൽ പോലും സെക്യൂരിറ്റിക്ക് പ്രാധാന്യം നൽകി വേണം നമ്മളത് നിർമ്മിക്കാനായിട്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി, ചെറിയൊരു പിഴവ് മതി ഒരു ഹാക്കർക്ക് ഒരാളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്യൂരിറ്റി പ്രാക്ടീസസ് ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഫയൽ അപ്ലോഡ് ഫംഗ്ഷനാലിറ്റി ചെയ്യുകയാണെന്ന് കരുതുക. നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ഫയൽ അപ്ലോഡ് ഫംഗ്ഷനാലിറ്റി ചെയ്യുകയാണ്. നിങ്ങൾ അതെല്ലാം ചെയ്തു, കൃത്യമായിട്ട് ഫയൽ അപ്ലോഡ് ആവുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷെ നിങ്ങൾ ഈ ഫയലിന്റെ എക്സ്റ്റൻഷൻ ചെക്ക് ചെയ്യുന്നില്ല എന്ന് കരുതുക. അതായത് ഏതൊക്കെ എക്സ്റ്റൻഷനാണ് അലോ ചെയ്യുന്നത് എന്നുള്ളൊരു ചെക്കിംഗ് കണ്ടീഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് കരുതുക. നാളെ ഒരു ഹാക്കർക്ക് വേണമെന്നുണ്ടെങ്കിൽ മലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫയൽ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു PHP ആപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഫയൽസ് അക്സെപ്റ്റ് ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് ഫയൽസ് അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷൻ നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് എന്ത് ഫയൽ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റും. എക്സിക്യൂട്ടബിൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരാൾ ഒരു PHP ഫയൽ അപ്ലോഡ് ചെയ്യാന്ന് കരുതുക. ഇനി അയാൾക്ക് വേണമെങ്കിൽ URL വെച്ചിട്ട് ഈ PHP ഫയലിനെ ആക്സസ് ചെയ്യാം. അങ്ങനെ ആക്സസ് ചെയ്താൽ അയാൾ എഴുതുന്ന കോഡ് സെർവറിൽ എക്സിക്യൂട്ട് ആവും. അത് ചിലപ്പോൾ സെർവറിലെ എല്ലാ ഫയലും ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു കോഡായിരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക്, ഈ ഒരു വാലിഡേഷൻ നമ്മൾ ചെയ്തില്ല, ആ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെടാം. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും, നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും എടുത്തു എന്ന് ഉറപ്പുവരുത്തണം. SQL ഇഞ്ചക്ഷൻ, ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, അങ്ങനെ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും എടുത്തു എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പെഗസസ് എന്നുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ചും സോഫ്റ്റ്വെയർ വൾണറബിലിറ്റീസ്, എക്സ്പ്ലോയിറ്റ്, അതുപോലെ സ്പൈവെയർ, അതുപോലെ ഒരു യൂസർ എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒരു ഡെവലപ്പർ എന്നുള്ള നിലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.